ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിജി, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഫെബ്രുവരി മാസത്തിലാണ്. അതിന് ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പെട്ടെന്നുണ്ടായ വിയോഗം. 2 കുട്ടികളുണ്ട്. അപ്പം അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി ഇതെല്ലാം എൻ്റെ മുന്നിൽ ചോദ്യചിഹ്നങ്ങളായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ BA HDC കഴിഞ്ഞ ആളായിരുന്നു. അപ്പം ഞാൻ IELTS എഴുതാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ ഏജ് ഓവറായി 42 വയസ്സിൽ ഞാൻ IELTS ആദ്യമായിട്ട് എഴുതാനായിട്ട് പോയി. അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എഴുതുന്നത്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് പാസ്സാകാനായിട്ട് പറ്റി. അതിന് ശേഷം 2024 ജനുവരിയിൽ ഞാൻ അയർലൻഡിൻ്റെ ഒരു ഇൻ്റർവ്യൂ പാസ്സായി. എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വർക്ക് പെർമിറ്റ് 2 പ്രാവശ്യം റിജക്ഷനായിപ്പോയി. വീണ്ടും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് റിജക്ഷൻ ആകുമെന്ന് ഏജൻസി പറഞ്ഞു. പക്ഷേ ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ചു. 2ാം വട്ടം ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം വീണ്ടും വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് കൃത്യം അവർ പറഞ്ഞ സമയമായപ്പം, അതായത് 90 ദിവസം ഉടമ്പടി എടുത്ത് 90 ദിവസം ആയപ്പോൾ എനിക്ക് വർക്ക് പെർമിറ്റ് ഗവൺമെൻറ് അതോറിറ്റിയിൽ നിന്ന്, അയർലൻഡിൻ്റെ ഗവൺമെൻറ് അതോറിറ്റിയിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയർ സാലറി കൂട്ടിയ ഒരു ഡോക്യുമെൻറ്റ്സ് കൺസെൻറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തന്നാൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ഓക്കെ ആകുമെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ ഞാൻ അത് ഏജൻസി അറിയിച്ചു. മെയിൽ ചെയ്ത് അറിയിച്ചു കഴിഞ്ഞപ്പോൾ എംപ്ലോയർ അത് സൈൻ ചെയ്ത് തരികയും അങ്ങനെ എൻ്റെ വർക്ക് പെർമിറ്റ് ഓക്കെ ആകുകയും ചെയ്തു. അതിന് ശേഷം വിസയ്ക്ക് കൊടുത്തു. കൃത്യസമയത്ത് തന്നെ വിസ വന്നു. ഇനിയിപ്പം അക്കോമഡേഷൻ റെഡി ആകേണ്ടതേ ഉള്ളൂ. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയർലൻഡിന് പോകാൻ പറ്റുമെന്നാണ് കരുതുന്നത്. എൻ്റെ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ അമ്മ മാതാവ് ഒത്തിരി എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഏജ് ഓവറായ കാലത്ത് പോലും എനിക്കിതെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്യാൻസർ രോഗികളുടെയൊക്കെ വീടുകളിലൊക്കെ പോകും, അവരെ സഹായിക്കും. അവരുടെ കൂടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്. പ്രാർത്ഥനയുടെ സമയത്ത് മാതാവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവിക്കാറുണ്ട്. അങ്ങനെ അമ്മ മാതാവിന് ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1 കോടി നന്ദി അറിയിക്കുന്നു.